പരമ്പരാഗത കേരളീയ ശൈലിയിൽ വാസ്തുവിദ്യയിൽ ഏകദേശം 3 ഏക്കറോളം ഭൂമിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് മടിയൻകുലോം ക്ഷേത്രം. ഭദ്രകാളി, ക്ഷേത്രപാലകൻ, ഭഗവതി, ഭൈരവൻ എന്നിവയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ. യാദവർ ഉഷപൂജയും സന്ധ്യാപൂജയും നടത്തുന്ന ഇവിടെ ഉച്ചപൂജ നടത്തുന്നത് ബ്രാഹ്മണരാണ് എന്നതാണ് ഈ ഒരു ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്താണ് മടിയൻകുലോം ക്ഷേത്രം. ഈ ഒരു മടിയൻ എന്ന പേര് വന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. കാളരാത്രി അമ്മയുടെ തണ്ണീരമൃത നെയ്യപ്പത്തിന്റെ ഗന്ധത്തിൽ ആകൃഷ്ടനായ ക്ഷേത്രപാലകൻ തന്റെ യാത്രയ്ക്ക് മടിയാക്കി മടി പിടിച്ചിരുന്നു അത്രേ. അപ്പൊ മടിയ എന്ന് വിളിച്ചു തുടങ്ങിയതാണ് ഒരു രസകരമായ കഥ. മുൻപൊരു കാവായിരുന്നു അത്രേ ഇത്. പിന്നീട് നീലേശ്വരം രാജവംശത്തിന്റെ ഉൽപ്പത്തിയോടുകൂടിയാണ് ഇതൊരു ക്ഷേത്രമായിട്ട് മാറിയത്. മാത്രമല്ല 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ വിഭാഗക്കാർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. വിസ്മയകരമായ തടികൊത്തുപണികൾക്കും ശില്പങ്ങൾക്കും വളരെ പ്രശസ്തമായ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രകൃതി നിറങ്ങളിൽ തീർത്ത നരസിംഹാവതാരം ചുമർ ചിത്രം ഈ ഒരു ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നമ്മളെ വരച്ചു കാണിക്കുന്നുണ്ട്. ചിത്രപീഠത്തിൽ താടിക്കാരൻ തമ്പുരാന് കൊമ്പുകുഴൽ വിളി വാദ്യമേളത്ത കണ്ണീലമൃതം